ഹലോ, എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. ഒരു മാമ്പഴ പുളിശ്ശേരി. ഞാൻ നേരത്തെ തന്നെ ഇതിനു മുമ്പ് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണിത്. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. മാമ്പഴം എടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ഒന്ന് പൊളിച്ച് ഇട്ട് കൊടുക്കാം. ഏഴ് മാമ്പഴമുണ്ട്, ഇടത്തരമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3-4 പച്ചമുളക്, കുറച്ച് വെള്ളം, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് പിന്നെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. മാങ്ങ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റണം. മാങ്ങ നന്നായിട്ട് വെന്ത് ചാറ് വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള ശർക്കര. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം മാങ്ങ ശർക്കര പാനിയുടെ അകത്തൂടി നന്നായിട്ട് വെന്ത് ഒരു കുറുകിയ പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കും. ഇത് തേങ്ങ മാത്രം അരച്ചെടുത്താണ്, വെളുത്തുള്ളിയോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ അരച്ചത് ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ല കട്ടിത്തൈര്, കട്ടയില്ലാത്ത കട്ടിത്തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ബൗൾ തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ചേർത്തിട്ട് ഒന്ന് ചൂടായാൽ മതി. തൈരും തേങ്ങയും കൂടെ ഒന്നിച്ച് അടിച്ചൊഴിച്ചാലും നന്നായിരിക്കും. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിനെ നമുക്ക് ഇറക്കി വയ്ക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, നെയ്യാണ്. ഒരു 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക്
കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ പുളിശ്ശേരിയിലേക്ക് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൊളിയായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.